തൃപ്പൂണിത്തുറയിൽ അപകടത്തിനിടയാക്കിയ മത്സര വെടിക്കെട്ട് നഗരസഭാ കൗൺസിലർ പുതിയകാവിൽ 2 ചേരിയായി തിരിഞ്ഞുള്ള വെടിക്കെട്ട് മത്സരമാണ് നടക്കുന്നതെന്നും തൃപ്പൂണിത്തുറ നഗരസഭാ കൗൺസിലർ സുധ പറഞ്ഞു. തെക്കേ ചേരുവാരത്തെക്കാൾ വെടിക്കെട്ട് വടക്കേ ചേരുവാരം കൊണ്ടുവന്നുവെന്ന് കൗൺസിലർ വ്യക്തമാക്കുന്നു. വർഷങ്ങളായി ഈ രീതി ഉണ്ടെന്നും കൗൺസിലർ വെളിപ്പെടുത്തുന്നുണ്ട്. വെടിക്കെട്ടുമായിട്ടുള്ള മത്സരമാണ്. കാരണം ഒന്നാം ദിവസം പൊട്ടുന്നതിനേക്കാളും ഇരട്ടി രണ്ടാം ദിവസം പൊട്ടിക്കണം എന്നുള്ളൊരു മൈൻഡാണ്. അതൊരു മത്സര ബുദ്ധിയോടുകൂടി തന്നെയാണല്ലോ കാണുന്നത്. പക്ഷേ ഇതിന് മുന്നേ ഇതുപോലൊരു വെടിക്കെട്ട് അപകടം നമ്മുടെ പുതിയകാവ് ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് താഴെ തന്നെ നിന്ന് പൊട്ടി ഉണ്ടായ ഒരു അപകടമാണ്. അപ്പം അന്ന് പറഞ്ഞതാണ് ഇനി മുതൽ വെടിക്കെട്ടിൻ്റെ ഒരു ഇതുണ്ടാവില്ല എന്നുള്ള രീതിയിൽ അന്ന് സംസാരിച്ചു. പിന്നെയും ഇതിപ്പോൾ വീണ്ടും ഇപ്രാവശ്യം അത് തുടരാൻ തീരുമാനിച്ചു. അതിൻ്റെ ഒരു പ്രശ്നം ഇപ്പം നടന്നു. ബിനിലാണ് വിവരങ്ങളുമായി ചെന്ന്. ബിനിൽ, ഇന്നലെ തന്നെ സൂചനകളുണ്ടായിരുന്നു മത്സര വെടിക്കെട്ടാണോ അവിടെ നടക്കുന്നത്? അങ്ങനെയുണ്ടായ മത്സരത്തിനിടയിൽ വലിയ സ്ഫോടനവും അപകടവും ഉണ്ടായി, നിരവധി വീടുകൾ തകരുകയും ജീവൻ വരെ നഷ്ടപ്പെടുന്ന സ്ഥിതിയും ഉണ്ടായതാണോ എന്ന്? മത്സര വെടിക്കെട്ടിന് കൂടുതൽ തെളിവുകളും വെളിപ്പെടുത്തലുകളും വരികയാണോ? ഇക്കാര്യങ്ങൾ നഗരസഭാ കൗൺസിലർക്ക് തന്നെ വിശദീകരിക്കേണ്ടി വന്നിരിക്കുന്നു. കാര്യങ്ങൾ എല്ലാവർക്കും ബോധ്യമുള്ളതായിരുന്നു. കാരണം 2 ചേരുവാരങ്ങളായി തിരിഞ്ഞാണ് ഈ ക്ഷേത്രത്തിൽ ഉത്സവവും വെടിക്കെട്ടുമൊക്കെ തന്നെ നടത്തിയിരുന്നത്. 2 ദിവസത്തെ വെടിക്കെട്ടാണ് ഉണ്ടായിരുന്നത്. ആദ്യ ദിവസത്തെ വെടിക്കെട്ട് അനധികൃതമായി തന്നെ നടന്നു. അതായത് ജില്ലാ കളക്ടറുടെ അനുമതി ഇല്ലാതെ തന്നെയാണ് വെടിക്കെട്ട് നടത്തിയത്. ഇവിടെയാണ് ഈ വെടിക്കെട്ട് നടക്കുന്ന സ്ഥലം. അവിടെ ആ വെടിക്കെട്ട് കഴിഞ്ഞ ദിവസം നടത്തിയത് നിയമവിരുദ്ധമായി തന്നെയാണ് എന്നത് കണ്ടെത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റൊരു കേസ് കൂടി രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നത് കാലങ്ങളായി ഈ രീതിയിൽ തന്നെ വെടിക്കെട്ട് നടന്നിരുന്നു എന്നതാണ്. അതായത് 2 ചേരുവാരങ്ങളായി തിരിഞ്ഞു തന്നെയാണ് ആ വെടിക്കെട്ട് നടത്തിയിരുന്നത്. ആ വെടിക്കെട്ടിൽ ഇരു വിഭാഗങ്ങളും തമ്മിലൊരു മത്സര സ്വഭാവത്തിലേക്ക് തന്നെ കാര്യങ്ങൾ പോയിരുന്നു എന്നതാണ് ഇതിൽ നിന്നെല്ലാം തന്നെ വ്യക്തമാകുന്നത്. കമ്പവും വെടിക്കെട്ടും ഒക്കെ നടക്കുന്ന ഇടങ്ങളിൽ കർശനമായ ജില്ലാ ഭരണകൂടത്തിന്റെ ഇടപെടലുകൾ ഉണ്ടാകാറുണ്ടല്ലോ. ഈ ഉത്സവത്തിന് മുൻപ് അവരുമായി ചർച്ചകൾ, ഇതിൽ നിന്ന് പിന്മാറണമെന്ന നിർദ്ദേശം, അങ്ങനെ പലയിടത്തും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെ ഇത് സ്ഥിരമായി നടക്കുന്ന ഒന്നാണെങ്കിൽ അങ്ങനെ ഇതിന് മുൻപുള്ള ഒരു ഇടപെടൽ അവിടെ ഉണ്ടായിരുന്നോ? അത്തരം വിവരങ്ങൾ കൗൺസിലർ വ്യക്തമാക്കുന്നുണ്ടോ? അവിടെയുള്ള ജനപ്രതിനിധികൾ വ്യക്തമാക്കുന്നുണ്ടോ? സാധാരണ ഈ വെടിക്കോപ്പുകൾ സൂക്ഷിക്കുന്ന സ്ഥലത്ത് തന്നെയാണോ ഇക്കുറിയും സൂക്ഷിച്ചത്? സാധാരണ വെടിക്കോപ്പ് സൂക്ഷിക്കുന്ന സ്ഥലത്ത് തന്നെയാണ് സൂക്ഷിച്ചിരുന്നത്. കാരണം ഇത്തവണ വടക്കും ഭാഗത്തിൻ്റെ വെടിക്കെട്ട് നടക്കുന്ന സമയത്താണ് ഈ അപകടമുണ്ടായത്. ഒരു ടെമ്പോ ട്രാവലറിലാണ് ഈ വെടിക്കെട്ട് സാമഗ്രികളെല്ലാം തന്നെ കൊണ്ടുവന്നത്. ആ വെടിക്കെട്ട് സാമഗ്രികൾ എത്തിച്ച് ഇതിൻ്റെ ഭാരവാഹികളെത്തി അത് പരിശോധിക്കുന്ന ഘട്ടം, അതിലേക്ക് എത്തുന്ന സമയത്തിന് തൊട്ട് മുമ്പാണ് ഈ സ്ഫോടനം ഉണ്ടായതെന്നാണ് ഇതിൻ്റെ ദൃക്സാക്ഷികളടക്കം പറയുന്നത്. കാരണം ഈ വാഹനത്തിൽ കൊണ്ടുവന്ന വെടിക്കെട്ടിൻ്റെ അടക്കം എണ്ണം എടുക്കേണ്ടിയിരുന്നു. അതിനുവേണ്ടി ഭാരവാഹികൾ എത്താൻ വേണ്ടി അതൊരു കോമ്പൗണ്ടിൽ കയറ്റി ഇട്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് സ്ഫോടനം ഉണ്ടാകുന്നത്. വലിയ വെയിലുള്ള സമയമായിരുന്നു, നല്ല ചൂടുണ്ടായിരുന്നു. അതുതന്നെയാണ് ഇതിലേക്ക് കടന്നത്, അതായത് ഈ പൊട്ടിത്തെറിയിലേക്ക് പോകാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് തന്നെയാണ് പറയുന്നത്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നത് ഒരു വിഭാഗത്തിൻ്റെ വെടിക്കെട്ട് കഴിഞ്ഞ ദിവസം നടന്നിരുന്നു. അതിനും അനുമതി ഉണ്ടായിരുന്നത് തന്നെ നടക്കാനിരിക്കെയാണ് ഈ സ്ഫോടനം സംഭവിച്ചത്. അതിലെ പ്രധാനപ്പെട്ട ഭാരവാഹികളാണ് ഇപ്പോൾ ഒളിവിലുള്ളത്. അവരെ അറസ്റ്റ് ചെയ്യാനുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 2 കൂട്ടർ ഒരേ സമയത്ത് 2 ഭാഗങ്ങളായി നിന്നുകൊണ്ടുള്ള വെടിക്കെട്ടുകൾ നമ്മൾ പല ഭാഗത്തൊക്കെ കണ്ടിട്ടുണ്ട്. അതുപോലെയുള്ള വെടിക്കെട്ടല്ല. ഒരു ദിവസം ഒരു വിഭാഗത്തിൻ്റെ വെടിക്കെട്ട്, മറ്റൊരു ദിവസം മറ്റൊരു വിഭാഗത്തിൻ്റെ വെടിക്കെട്ട്. അങ്ങനെ ആദ്യ ദിവസം വെടിക്കെട്ട് നടത്തുന്നവരെ കത്താൻ വേണ്ടി കൊണ്ടുവന്ന സാമഗ്രികളാണ്. വ്യാപ്തി എത്രത്തോളം വലുതായിരുന്നു, അവിടെ സൂക്ഷിച്ചിരുന്ന സ്ഫോടക വസ്തുവിന്റെ അളവ് എത്രത്തോളം വലുതായിരുന്നു എന്നൊക്കെ വ്യക്തമാകുന്നുണ്ട്. പുറ്റിങ്ങൽ വെടിക്കെട്ട് അപകടത്തിന്റെ ഒരു മിനിയേച്ചർ, വലിയൊരു ദാരുണമായ, ആളുകൾക്ക് ഒരുപാട് പേർക്ക് ജീവൻ നഷ്ടമാകുന്ന ഒരു വലിയ ദുരന്തത്തിലേക്ക് പോയില്ലെങ്കിലും തലനാരിഴക്കി എന്ന് തന്നെ പറയേണ്ടി വരും. അങ്ങനെ ഒരു വൻ ദുരന്തം ഒഴിവായി എന്ന് അല്പം ആശ്വസിക്കാം. പക്ഷേ അത്ര വലിയ അളവിലായിരുന്നു അവിടെ സ്ഫോടക വസ്തുക്കൾ. ഒരു ദിവസം പിന്നിടുമ്പോൾ അവിടുത്തെ ദുരന്തത്തിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്നതാണ് പ്രേക്ഷകരുമായി ഇപ്പോൾ അവിടെ നിന്ന് പങ്കുവയ്ക്കാൻ കഴിയുക. അവിടെ കാണുന്ന ദൃശ്യങ്ങൾ എത്രത്തോളം ഭയപ്പെടുത്തുന്നതാണ്. ആ ദൃശ്യങ്ങൾ ഭയാനകമാണ്. അത് ഇന്നലെ മുതൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ്. ആ വെടിക്കെട്ട് സാമഗ്രികൾ പൊട്ടിത്തെറിച്ച സ്ഥലം, ആ സ്ഥലത്തിന് ചുറ്റും ഏതാണ്ട് 100-ലധികം വീടുകൾ നാശനഷ്ടമുണ്ടായിട്ടുണ്ട്. തൊട്ടടുത്തുള്ള ഒരു 20ഓളം വീടുകൾ ഏതാണ്ട് പൂർണ്ണമായും തന്നെ ആ വീടുകൾക്കുള്ളിലുള്ള സാധനങ്ങളെല്ലാം തന്നെ തകർന്നിരിക്കുകയാണ്.
വാതിലുകൾ പൊളിഞ്ഞു പോയിരിക്കുന്നു, ജനലുകൾ തകർന്നിരിക്കുന്നു. അങ്ങനെ ആ വീടുകളിലൊന്നും തന്നെ കയറി കിടക്കാൻ കഴിയാത്തൊരവസ്ഥയാണ്. കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ് സാധാരണക്കാർക്കുണ്ടായിരിക്കുന്നത്. ഇതിനൊക്കെ ആര് സമാധാനം പറയുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവരുടെ ജീവിത മാർഗം, അതായത് അവരൊരു ദിവസം കയറി കിടക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിലൊന്നും ഒരു തരത്തിലും ഭാഗഭാക്കാകാത്ത ആളുകൾ, ഇതൊന്നും അറിയാത്തവർ, അവർക്ക് വീടുകളിൽ പോലും കയറി കിടക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് അവർ വീടിന് പുറത്തേക്ക് എറിയപ്പെടുന്നത്. അത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ഉത്സവ ഭാരവാഹികൾക്ക് മാത്രമല്ലല്ലോ, ഈ മത്സര കമ്പത്തിന് കോപ്പ് കൂട്ടിയവർക്ക് മാത്രമല്ലല്ലോ ഉത്തരവാദിത്തം. സ്ഥിരമായി അവിടെ നടക്കുന്ന ഒരു ഏർപ്പാടാണ് എന്ന് കൗൺസിൽ വെളിപ്പെടുത്തുമ്പോൾ എല്ലാ വർഷവും മത്സരം നടക്കുന്നുണ്ട്. അവിടുത്തെ പോലീസ് സംവിധാനത്തിനറിയാം, തദ്ദേശ സംവിധാനത്തിനറിയാം, ജില്ലാ ഭരണകൂടത്തിനറിയാം. അനുമതി ഇല്ലെങ്കിലും അതങ്ങ് നടന്നോട്ടെ, ഒരു കുഴപ്പവുമില്ല എന്ന നിലപാട് സ്വീകരിച്ച ഉദ്യോഗസ്ഥർക്കുമുണ്ടല്ലോ ഇതിൽ വലിയ പങ്ക്. ഈ വലിയ നാശനഷ്ടം ഉണ്ടായവരുടെ അവസ്ഥ, അവർക്ക് താമസിക്കാൻ പോലും ഒരു ഇടമില്ലാത്ത സ്ഥിതി, എങ്ങോട്ട് പോകണമെന്നറിയാത്ത സ്ഥിതി. അപ്പോൾ അവർക്ക് കൂടി ഉത്തരവാദിത്തം വരുന്നു. ജില്ലാ ഭരണകൂടവും സർക്കാരും ഒക്കെ ഏതെങ്കിലും തരത്തിൽ ഈ വിഷയത്തിൽ ഗൗരവതരമായി ഇടപെടുന്നുണ്ടോ? ഇപ്പോൾ നഷ്ടപരിഹാരം നൽകുന്നതിന് വേണ്ടി ആളുകളുടെ അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഈ അപേക്ഷകൾ സ്വീകരിച്ച് അത് പ്രോസസ്സ് ചെയ്തെടുക്കാനുള്ള ഒരു കാലതാമസം നമുക്ക് അറിയാവുന്നതാണ്. ഇപ്പോൾ വീട്ടിൽ കയറി കിടക്കാൻ കഴിയാത്തവർക്ക് ഒരു പുനരധിവാസ സംവിധാനം, അവരെ മറ്റെവിടേക്കെങ്കിലും മാറ്റിപ്പാർപ്പിക്കാനുള്ള ഒരു സംവിധാനമാണ് അടിയന്തരമായി ഏർപ്പെടുത്തേണ്ടത്. പലരും നമ്മൾ നോക്കുമ്പോൾ സമ്പന്നരായ ആളുകൾ അവിടെ താമസിക്കുന്നുണ്ട്, അതോടൊപ്പം തന്നെ തീർത്തും ദരിദ്രരായ ആൾക്കാരുണ്ട്. അതായത് നിത്യവൃക്ഷിക്ക് പോലും വകയില്ലാത്തവർ, വളരെ ബുദ്ധിമുട്ടി ജീവിക്കുന്നവരുടെ ഒക്കെ തന്നെ വീടുകൾ നമുക്ക് ആ ഭാഗത്ത് കാണാൻ കഴിയും. ആ വീടുകളൊക്കെ തന്നെ പൂർണ്ണമായും തന്നെ തകർന്നിട്ടുണ്ട്. വീടുകളുടെ വാതിലുകളും ജനലുകളും ഒക്കെ തന്നെ തെറിച്ചു പോയിരിക്കുന്ന ഒരവസ്ഥയാണ്. അവർക്കൊക്കെ ഇനി ആ വീടുകളിലേക്ക് കയറി കൂടുക എന്നതിൽ എളുപ്പമൊന്നും സാധിക്കുന്ന ഒരു കാര്യമല്ല. നിരാലംബരായ ആളുകളാണ്, അവർ ഇതിൻ്റെ മനസ്സറിവ് പോലും ഇല്ലാത്തവരാണ്. അവർക്കാണ് ഈ ദുരന്തം ഉണ്ടായിരിക്കുന്നത്. അവിടെ അടിയന്തരമായി ഇടപെടൽ സ്വാഭാവികമായും ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്ത് നിന്ന് വേണ്ടിവരും. ഇപ്പോൾ നടക്കുന്നത് പോലെയല്ല, കൂടുതൽ വേഗത്തിലും കാര്യക്ഷമമായ ഇടപെടൽ വേണ്ടിവരും. ശരി, ഈ കുറ്റവാളികൾക്കെതിരെ, അത് ഉദ്യോഗസ്ഥരടക്കമുള്ളവർക്കെതിരെ, ഉത്തരവാദികൾക്കെതിരെ കർശനമായ നടപടി, ഒപ്പം അവിടെ എല്ലാം നഷ്ടപ്പെട്ടു പോയവർക്കുള്ള പുനരധിവാസവും അതും വേഗത്തിൽ തന്നെ ഉറപ്പാക്കേണ്ടിയിരിക്കുന്നു.